ഹലോ, എവർഗസ് പാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LDCക്ക് വേണ്ടിയിട്ടുള്ള 31ാമത്തെ ക്ലാസ്സാണ് ഇത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്. യുബേനെ പോയി ചിത്രകല, കായികം, പിന്നെ നമ്മളെ IT, അതിന് കുറച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ അധികാരം റെഫർ ചെയ്ത് പോകുന്ന. അപ്പോൾ ആ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നല്ല പോലെ നോട്ട് എഴുതി തന്നെ പഠിക്കണം. പിന്നെ അതിനുശേഷം റിവിഷനുണ്ട്. പിന്നെ കഴിഞ്ഞ റിവിഷനിൽ ഫുൾ മാർക്ക് വാങ്ങിയ ആൾക്കാരുടെ പേര് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ റിവിഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ വലിയ സന്തോഷം. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോകുന്നുണ്ട്. പിന്നെ ശനിയും ഞായറും ചിലപ്പോൾ വീഡിയോ ഉണ്ടാവത്തില്ല. അതിന് പകരം വല്ല ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ ആയിരിക്കും ഞാൻ ചാനലിൽ ചെയ്യുന്നത്. ഓക്കെ, കാരണം ശനി ഞായറും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല, ഇവിടെ ക്ലാസ്സും ഇല്ല. ഓക്കെ, അതുകൊണ്ട് ആ 2 ദിവസം വീഡിയോ ഉണ്ടാവത്തില്ല കേട്ടോ, അത് ഓർത്തോണം. നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. LDCക്കും LPUPക്കും LGSനും ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ LPUPയുടെ ഓൺലൈൻ ക്ലാസ് നമ്മൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന നഷ്ടം ഉണ്ടാകത്തില്ല. ഞങ്ങൾ നല്ലപോലെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും. പഠിപ്പിച്ച് തരിക മാത്രമല്ല, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടികളും നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഈ കണ്ടല്ലോ, ഈ രീതി തന്നെയാണ് നമ്മുടെ ക്ലാസ്സിലും ഞങ്ങളൊക്കെ പോകുന്നത്. എല്ലാവർക്കും പരസ്പരം അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ചോദിച്ചും പഠിപ്പിച്ചൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വരാം. ഓക്കെ, ശരി. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ശരി, ഒരു ചോദ്യം. ഓക്കെ, ചോദ്യം ഇതാണ് പിള്ളേരെ. ഇന്ത്യയിലെ, നിങ്ങൾ എഴുതാനും വേണ്ട, നിങ്ങൾക്ക് കിട്ടും, നോട്ട് കിട്ടും. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബോ പ്രിന്റിംഗ് കാണാൻ സാധിക്കുന്നത്? അവിടെയാണോ? ഓക്കെ, എൻ്റെ ആൻസർ രാജസ്ഥാനാണ് കേട്ടോ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബോ പ്രിന്റിംഗ് ഉള്ളത്? രാജസ്ഥാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ചിത്രകലകളും അവ പ്രചാരത്തിൽ സംസ്ഥാനങ്ങൾ നോക്കാം. ഓക്കെ, ശരി. മധുബാനി അല്ല, മധുബാനി ബീഹാറാണ് കേട്ടോ. മധുബാനി ബീഹാറാണ്. നോട്ട് ചെയ്ത് വെച്ചോണം. മധുബാനി ബീഹാർ കേട്ടോ. മധുബാനി ബീഹാറാണ് കേട്ടോ. ഓക്കെ, അടുത്ത് പട്ടചിത്ര ആന്ധ്രയല്ല, കർണാടകയല്ല. പട്ടയടിച്ച് ഒടിഞ്ഞ് മടങ്ങി വരുമെന്ന് ഓർത്താൽ മതി. പട്ടയെന്ന് പറഞ്ഞാൽ മറ്റേ മദ്യമല്ലേടാ. ഒഡീഷ. പട്ട ജോൺ അറിയായിരിക്കുമല്ലോ. കേട്ടോ, പട്ടയെന്ന് പറഞ്ഞാൽ മദ്യമാണ് കേട്ടോ. നമ്മൾ പട്ട അടിക്കാൻ പോണത്, മദ്യം കഴിക്കാൻ പോകണം. അപ്പം പട്ട അടിച്ച് ഒടിഞ്ഞ് മടങ്ങി വരുമെന്ന് ഓർത്താൽ കേട്ടോ. അപ്പം പട്ടചിത്ര ഒഡീഷ. ഓക്കെ, പിത്തോറയിലെ ഇത്തയും റായൊക്കെ പിടിച്ച് പറഞ്ഞു നോക്കിയാണ്. ഗുജറാത്ത്. പിത്തോറ ഗുജറാത്ത്. പിത്തോറ ഉത്തർപ്രദേശിൽ എവിടെടാ റാ വരുന്നത്? ഇറല്ലേ വരുന്നത്? പിത്തോറ ഗുജറാത്ത്. അപ്പൊ മധുബാനി എവിടെടാ? മധുബാനി ബീഹാർ. മധുബാനി ബീഹാർ. പട്ടചിത്ര ഒഡീഷ. പിത്തോറ ഗുജറാത്ത് കേട്ടാ. അടുത്ത കലങ്കാരി ഈ കുച്ചിപ്പുടി കണ്ടിട്ടുണ്ടോ? കുച്ചിപ്പുടിയിൽ കലമൊക്കെ കലത്തിന് മണ്ടേ കയറി കളിക്കണത്, കല തല വെച്ച് കളിക്കണതാ. കൊടവയിൽ കലമില്ല. അപ്പൊ കലങ്കാരി ഉള്ളത് ആന്ധ്രാപ്രദേശിലല്ലേ? കുച്ചിപ്പുടി. കുച്ചിപ്പുടി അറിയോ? അത് തല വെക്കൂലേ കലം? കലം പിന്നെ ഓക്കെ. അപ്പൊ കലങ്കാരി. അപ്പൊ ആ കുച്ചിപ്പുടി നമുക്ക് എല്ലാവർക്കും അറിയാം. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലുള്ള ക്ലാസ്സിൽ നിർത്തണം. ഏത്? കുച്ചിപ്പുടി. ഓക്കെ, അപ്പൊ കുച്ചിപ്പുടിയിൽ കലമൊക്കെ തല വെക്കുക. അപ്പൊ കലങ്കാരി ഉള്ളത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. കലങ്കാരി ആന്ധ്രാപ്രദേശ്. ഓക്കെ, കലങ്കാരി ആന്ധ്രാപ്രദേശ്. അടുത്ത് കാളികട്ട് പശ്ചിമ ബംഗാൾ. എങ്ങനെ അറിയാം? കറക്റ്റാണ്. കാളികട്ട് ബംഗാൾ കേട്ടോ. കാളികട്ട് ബംഗാൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത വാർലി. ഈ ഇന്ത്യയിലെ ഈ വിരളി പിടിച്ചവന്മാരൊക്കെ ഉള്ള നഗരം ഏതാണ്? ഉത്തർപ്രദേശിലെ നഗരങ്ങൾ അറിയോ? വിരലി പിടിച്ചവന്മാര്, ഡോണുകളൊക്കെ ഉള്ള, വിരലി പിടിച്ച ഡോണുകളൊക്കെ ഉള്ള മുംബൈയിലെ. അപ്പൊ മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്ര. അപ്പൊ വാർലി എവിടെ പിള്ളേരെ? മഹാരാഷ്ട്ര. എങ്ങനെയാണ്? വിരലി പിടിച്ച ഡോണിലൊക്കെ മുംബൈ നടത്താം ചേട്ടാ. ഓക്കെ, വിരലി. ഇപ്പൊ റോക്കി ബായ് വിരലി പിടിച്ച ഒരാളാണ്. മുംബൈയിൽ നിന്ന് വന്ന ആളാണ്. ഓക്കെ, മഹാരാഷ്ട്ര. അപ്പൊ വാർലി മഹാരാഷ്ട്ര. അപ്പൊ നമ്മളിപ്പോ പഠിച്ച എന്താണ് പിള്ളേരെ?
ചിത്രകലകളും പ്രചാരത്തിലുള്ള സംസ്ഥാനങ്ങളാണ്. ചിത്രകലകളും പ്രചാരത്തിലുള്ള സംസ്ഥാനങ്ങൾ. ആദ്യം പഠിച്ച് നമ്മൾ ഏതാണ്? ദാബു പ്രിന്റിംഗ്. ദാബു പ്രിന്റിംഗ് എവിടെ? രാജസ്ഥാൻ. ദാബു പ്രിന്റിംഗ് എവിടെയാണ് പിള്ളേരെ? രാജസ്ഥാനാണ്. മധുബാനി ബീഹാർ. പട്ടചിത്ര ഒഡീഷ. പട്ടയടിച്ച് ഒടിഞ്ഞ് മടങ്ങി വേണം നടത്താൽ മതി. ഇതോ പട്ടയടിച്ച് ഒടിഞ്ഞ് മടങ്ങി വേണം എന്നൊക്കെ പറയത്തില്ലേ? പട്ട എന്ന് പറഞ്ഞാൽ മറ്റേ ഞാൻ പറയാം നാടൻ ചാരായത്തെ നമ്മൾ പട്ട എന്ന് പറയും. ജോബിന് അറിയായിരിക്കും. എവിടെ നാടൻ ചാരായത്തെ നമ്മൾ എന്ന് പറയും? പട്ട എന്ന് പറയും. ഓക്കെ. അപ്പൊ പട്ട അടിച്ച് ഒടിഞ്ഞ് മടങ്ങി വിടും. അപ്പൊ പട്ടചിത്ര ഒഡീഷയാണ് കേട്ടോ. പിത്തോറ ഇത്തയും റായൊക്കെ വെച്ച് കണ്ടു വെച്ചോണം. പിത്തോറ ഗുജറാത്തിലാണ്. കലംകാരി ആന്ധ്രാപ്രദേശ്. കാളിക്കട്ട് ബംഗാള്. വാർലി വിരലി പിടിച്ചവന്മാരൊക്കെ മുംബൈ മഹാരാഷ്ട്രയാണ്. വാർലി മഹാരാഷ്ട്ര. ഓക്കെ. അത്രയും പഠിച്ചല്ലോ. ഇതാരാ പറയാമോ? നാലെന്തിന് ഫുള്ള് പറയാൻ പറ്റുമോ? ചോദിക്കട്ടെ. ദാബു പ്രിന്റിങ് ഓക്കെ. കലംകാരി ആന്ധ്രാപ്രദേശ്. പട്ടചിത്ര ഒഡീഷ. മധുബാനി പിത്തോറ ഗുജറാത്ത്. കാളിക്കട്ട് ബംഗാള്. വാർലി മഹാരാഷ്ട്ര. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം ഇതുപോലെ കണക്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്തോ. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ് പിള്ളേരെ. ഓക്കെ. എവിടെ 38ാം ചോദ്യം. മാണികാഭദ്ര കേട്ടോ. മാണികാഭദ്ര അല്ലെങ്കിൽ മണികാഭദ്ര നമ്മൾ രണ്ടുപേരും പറയും കേട്ടോ. മണികാഭദ്ര താഴെ പറയുന്നതിൽ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ? മണികാഭദ്ര. നമുക്ക് ഇങ്ങനെ ചോദിക്കാം. അതായത് ഒരു കായിക താരത്തിൻ്റെ പേര്, പ്രത്യേകിച്ച് ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത കായിക താരങ്ങളുടെ പേര് എന്നിട്ട് ആ കായിക താരം ഏത് കായികവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് മണികാഭദ്രയാണ്. മണികാഭദ്ര ഏതാണ്? സ്ക്വാഷ് ആണോ, ബില്ലിയാർഡ്സ് ആണോ, ടേബിൾ ടെന്നീസ് ആണോ, ക്രിക്കറ്റ് ആണോ? മണികാഭദ്ര ഏതാണ്? ടേബിൾ ടെന്നീസ്. അപ്പൊ മണികാഭദ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പിള്ളേരെ? ടേബിൾ ടെന്നീസ് ആണ്. ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ. അടുത്ത് ദീപിക കുമാരി അമ്പെയ്ത്താണ്. ദീപിക കുമാരി ഏതാണ് പിള്ളേരെ? അമ്പെയ്ത്ത് കേട്ടോ. ദീപിക കുമാരി അമ്പെയ്ത്ത്. അത് ഞാൻ വേണമെങ്കിൽ ദീപിക കുമാരി ഉണ്ട്. അതുപോലെ തന്നെ അദാനുദാസ് ഉണ്ട്. അദാനുദാസ് കേട്ടോ. ദീപിക കുമാരി, അദാനുദാസ്. ഇത് രണ്ടും എന്താണ് പിള്ളേരെ? അമ്പെയ്ത്ത്. ഇതെല്ലാം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങളാണ്. നമുക്ക് ഒരാളുടെ പേര് എന്നിട്ട് എന്ത് ചോദിക്കും? ഇപ്പൊ മണികാഭദ്ര ചോദിച്ചില്ലേ? മണികാഭദ്ര ഏതാണ്? ടേബിൾ ടെന്നീസ് ആണ്. അപ്പൊ നമുക്ക് ഒരാളുടെ പേര്, ഒരു കായിക താരത്തിന്റെ പേര് എന്നിട്ട് നമുക്ക് എന്ത് ചോദിക്കും? ഇനം ചോദിക്കും. അപ്പൊ നമ്മളിപ്പോ രണ്ടുപേരെ പറഞ്ഞു. ദീപിക കുമാരി, അദാനുദാസ്. നിങ്ങൾ ബാഹുബലി 2 സിനിമ ഉണ്ടോ? ബാഹുബലി 2 സിനിമയിൽ അനുഷ്ക ഇങ്ങനെ അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്യും. ഓർക്കുന്നുണ്ടോ സീന്? പ്രഭാസ് അത് വേറെ കേട്ടാ. 3 വിരലുകൊണ്ട് ഇങ്ങനെ അമ്പെയ്യ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. അപ്പോഴ് ഒരാളെന്ന് പറയും കുമാരി 3 വിരൽ കൊണ്ട് അമ്പെയ്യാൻ. അപ്പം പ്രാക്ടീസ് ചെയ്ത് ആരാണ്? കുമാരിയാണ് പ്രാക്ടീസ് ചെയ്തത്. അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്തത് ദേവസേന കുമാരി. ഓക്കെ. അപ്പം ദീപിക കുമാരി അമ്പെയ്ത്ത് പാസ് ചെയ്തു. അപ്പോൾ പ്രാക്ടീസ് ചെയ്തു. അപ്പം ഈ ദീപികയ്ക്ക് അമ്പെടുത്ത് അതായത് കുമാരിക്ക് അമ്പെടുത്ത് കൊടുത്തോണ്ടിരുന്നത് ആരാ? ദാസൻ അല്ലെങ്കിൽ ദാസിയല്ലേ എടുത്തു കൊടുത്തിരുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു സീൻ ഓർത്ത് വെച്ച് വേണം കേട്ടാ. അതായത് ബാഹുബലി 2 എന്ത് ചെയ്യുന്നു? കുമാരി അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ദാസൻ എന്ത് ചെയ്തു? അമ്പെടുത്ത് ഇങ്ങനെ വെച്ചോ. കണ്ട നിങ്ങൾ ആ സിനിമ ഒക്കെ കയ്യിൽ ഇങ്ങനെ അമ്പം വെച്ചോണ്ട് ഇപ്പോൾ ഉണ്ട്. ഓക്കെ. അപ്പം ദീപിക കുമാരി, അദാനുദാസ് എന്താണ്? അമ്പെയ്ത്ത്. ഓക്കെ. എന്തൊരു കണക്ഷനാണ് അത്, ഓർത്തിരിക്കണേ. ഓക്കെ. അടുത്ത് PV സിന്ധു എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ്? ക്രിക്കറ്റ് അല്ലേ? ഫുട്ബോളാ? ബാഡ്മിന്റൺ. ഓക്കെ. അതിന് സംശയമുള്ള ആൾക്കാരുണ്ട്. ക്രിക്കറ്റ് അതെ. ഓക്കെ. അപ്പൊ PV സിന്ധു എന്താണ് പിള്ളേരെ? ബാഡ്മിന്റൺ. PV സിന്ധു ബാഡ്മിന്റൺ. ഓക്കെ. അടുത്ത് ലാവ്ലീന ബോർഗോയിൻ ബോക്സിംഗ്. ആ ബോയിൽ പിടിച്ച ലാവ്ലീന ബോർഗെയിൻ ബോക്സിംഗ്. ലാവ്ലീന ബോർഗെയിൻ എന്താണ് പിള്ളേരെ? ബോക്സിംഗ് ആണ്. എന്താണ്? ബോക്സിംഗ്. ഓക്കെ. അടുത്ത് മേരി കോം പറഞ്ഞേ. മേരി കോം ബോക്സിംഗ് ആണ്. എന്താണ്? ബോക്സിംഗ് ആണ്. മേരി കോം ബോക്സിംഗ് ആണ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പൊ 5 പഠിച്ചില്ലേ? അപ്പൊ പറഞ്ഞ ദീപിക കുമാരി അമ്പെയ്ത്ത്, അദാനുദാസ് ഓക്കെ, PV സിന്ധു ബാഡ്മിന്റൺ, ലാവ്ലീന ബോർഗെയിൻ ബോക്സിംഗ്, മേരി കോം ബോക്സിംഗ്. ഓക്കെ, 5 പഠിച്ചേ. ശരി, ഓക്കെ, ഒന്ന് പോസിറ്റ് വേണ്ട. അടുത്ത് 6ാമത്തത് എടാ സാനിയ മിർസ പറയടാ. സാനിയ മിർസ ടെന്നീസ്. എല്ലാവർക്കും അറിയാം സാനിയ മിർസ എന്താണ്? ടെന്നീസ് ആണ്. മീരാബായ് ചാനു പറ. മീരാബായ് ചാനു വെയിറ്റ് ലിഫ്റ്റിംഗ്, ഭാരദ്ദോഹനം. ഏതാണ്? വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഭാരദ്ദോഹനം. കണ്ടിട്ടില്ലേ? ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചാഞ്ഞ് പോയിട്ട്
ഇങ്ങനെ ചാഞ്ഞ് പോയില്ലേ വെയിറ്റ് എടുക്കുന്നത് മീരാബായി ചാരു അത് ഓർമ്മ. ഓക്കെ, ആ കണ്ടിട്ടില്ല, ഇങ്ങനെ വെയിറ്റ് എടുക്കുന്നു, ഇങ്ങനെ ചാടുന്നു, തോളിൽ വെക്കുന്നു, പൊക്കുന്നു, കൈയെടുത്തതു. ഇതാണ് ഭാരദ്വാഹനം. കണ്ടിട്ടുണ്ടോ? ഇന്ത്യക്ക് ആദ്യമേ ഒളിമ്പിക്സ് മെഡൽ കിട്ടിയത്, ഒളിമ്പിക്സ് മെഡൽ കിട്ടിയ വനിതയാണെന്ന് അറിയാമോ? കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരി ഏതിനാണ്? വെയിറ്റ് ലിഫ്റ്റിംഗ്. അപ്പൊ മീരാബായി ചാനു ഏതാണ്? വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ഓക്കെ, അടുത്ത് വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ട് ഗുസ്തിയാണ്. പുരുഷനാണോ സ്ത്രീയാണോ? വിനേഷ് ഫോഗട്ട് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലൊരു പയ്യന്റെ മുഖം ഓർമ്മ വന്നെങ്കിലും അതൊരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ് കേട്ടോ. വിനേഷ് ഫോഗട്ട് ഗുസ്തി. വിനേഷ് ഫോഗട്ട് ഗുസ്തി. ഓക്കെ, അടുത്തത് ബജ്റംഗ് പൂനിയ. ബജ്റംഗ് പൂനിയ ഗുസ്തി. ബജ്റംഗ് പൂനിയ ഏതാണ് പിള്ളേരെ? ഗുസ്തി. ഓക്കെ, അപ്പൊ വിനേഷ് ഫോഗട്ടും ബജ്റംഗ് പൂനിയ ഏതാണ്? ഗുസ്തി. ഓക്കെ, വിനേഷ് ഫോഗട്ട് ബജ്റംഗ് പൂനിയ ഗുസ്തി. ഓക്കെ, ഇപ്പൊ പറഞ്ഞ 4 പേരല്ലേ? 4 പേര്. ഒന്ന് ആരാ? സാനിയ മിർസ. സാനിയ മിർസ ഏതാ? സാനിയ മിർസ ടെന്നീസ് ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞ ആരാ? മീരാബായി ചാനു എന്താണ്? വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. മീരാബായി ചാനു വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ട് ഗുസ്തിയാണ്. ബജ്റംഗ് പൂനിയ ഗുസ്തിയാണ്. ഓക്കെ, അടുത്ത മൻപ്രീത് സിംഗ് പറ. മൻപ്രീത് സിംഗ് ഹോക്കിയാണ്. മൻപ്രീത് സിംഗ് ഹോക്കിയാണ്. ഇപ്പൊ നമ്മളിപ്പോ വെങ്കല മെഡൽ നേടിയില്ലേ ഹോക്കി ടീം 2020 ടോക്കിയോ ഒളിമ്പിക്സ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചതാരാണ്? മൻപ്രീത് സിംഗ് ആണ്. ആരാണ്? മൻപ്രീത് സിംഗ്. അപ്പൊ മൻപ്രീത് സിംഗ് ഏത് കായികനം പിള്ളേരെ? ഹോക്കിയാണ്. റാണി റാംപാൽ. റാണി റാംപാലും ഏതാണ്? ഹോക്കിയാണ് കേട്ടോ. റാണി റാംപാൽ ഏതാണ് പിള്ളേരെ? ഹോക്കിയാണ് കേട്ടോ. ശരി, ഓക്കെ. അടുത്ത നീരജ് ചോപ്ര. നീരജ് ചോപ്ര ജാവലിൻ ത്രോ. നീരജ് ചോപ്ര ഏതാണ് പിള്ളേരെ? ജാവലിൻ ത്രോ. നീരജ് ചോപ്ര ജാവലിൻ ത്രോ ആണ് നീരജ് ചോപ്ര. ഓക്കെ, അടുത്ത അന്നു റാണി. ജാവലിൻ ത്രോ. അന്നു റാണി ജാവലിൻ ത്രോ. ഹൗ ഡു യു നോ? യെസ്, ഓക്കെ. അന്നു റാണി. അപ്പൊ നീരജ് ചോപ്ര ജാവലിൻ ത്രോ, അന്നു റാണി ജാവലിൻ ത്രോ. നീരജ് ചോപ്ര ജാവലിൻ ത്രോ, അന്നു റാണി ജാവലിൻ ത്രോയാണ്. റാണി റാംപാലും മൻപ്രീത് സിംഗ് ഓർമ്മയുണ്ടല്ലേ? എന്താണ് റാണി റാംപാലും മൻപ്രീത് സിംഗും? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അടുത്ത് ഭവാനി ദേവി. അതന്നെ, ദേവിയുടെ കയ്യിൽ വാൾ കാണത്തില്ലടാ. ദേവി, കുമാരി ദേവിയൊക്കെ മാറിപ്പോയ ദേവി. ഇപ്പൊ കണ്ടില്ലേ ദുർഗാദേവി പടവ് കണ്ടില്ലേ നിങ്ങൾ? വാളൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ വാൾ വെച്ചിട്ടുള്ള പരിപാടിയാണ്. വാൾപ്പയറ്റ് ഏതാ? ഫെൻസിങ്. ഫെൻസിങ്, വാൾപ്പയറ്റ്, ഫെൻസിങ് കേട്ടോ. ഫെൻസിങ്. ഭവാനി ദേവി. ഭവാനി ദേവി ഫെൻസിങ്. ഭവാനി ദേവി ഫെൻസിങ്. ഭവാനി ദേവി ഫെൻസിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോഴ് എത്രണ്ണമായി നമ്മൾ? ഇപ്പം എത്രണ്ണം പഠിച്ചു നമ്മള്? 14 പഠിച്ച്. ഓക്കെ, ഒന്ന് ഫുള്ള് പറഞ്ഞു നോക്കാം. ഓക്കെ, പറ. മണിക ബത്ര. മണിക ബത്ര ടേബിൾ ടെന്നീസ്. ദീപിക കുമാരി അമ്പെയ്ത്ത്. അതാനു ദാസ് അമ്പെയ്ത്ത്. PV സിന്ധു ബാഡ്മിന്റൺ. ലാവ്ലീന ബോർഗൈൻ. ഓക്കെ, അടുത്ത് മേരി കോം. സാനിയ മിർസ ടെന്നീസ്. ഓക്കെ, അടുത്ത് മീരാബായി ചാനു വെയിറ്റ് ലിഫ്റ്റിംഗ്. ഓക്കെ, അടുത്ത് വിനേഷ് ഫോഗട്ട് ഗുസ്തി. ഓക്കെ, ബജ്റംഗ് പൂനിയ ഗുസ്തി. സാക്ഷി മാലിക്. സാക്ഷി മാലിക് ഗുസ്തിയാണ്. ഇപ്പം മറ്റേ ഫെഡറേഷനുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിവാദമൊക്കെ ആയിരുന്നു. എല്ലാം അറിഞ്ഞായിരുന്നു. ഓക്കെ, മെഡലല്ല മറ്റേ ഇത് മെഡലല്ല മറ്റേത് ഇത് അർജുന അവാർഡ്. ഓക്കെ, അപ്പം സാക്ഷി മാലിക് ഏതാണ്? ഗുസ്തിയാണ്. സാക്ഷി മാലിക് ഏതാണ്? ഗുസ്തിയാണ്. പൊങ്ങിയണ്ടാവേ. സാക്ഷി മാലിക് ഗുസ്തി. കൊച്ചിന് നമസ്കാരം എടുത്താ നീ ആൻസി. ഓക്കെ, ശരി. അപ്പൊ പറയടാ, ബജ്റംഗ് പൂനിയ. ബജ്റംഗ് പൂനിയ ഏതാ? ഈ ബജ്റംഗ് ബലി എന്ന് പറയുന്നത് നമുക്ക് ഹനുമാൻ നല്ല മസിലൊക്കെ ഉള്ള ഒരാളല്ലേ ഓർമ്മ? ഗുസ്തിക്കാരൻ നടത്താൽ മതി. ബജ്റംഗ്. ഓക്കെ, ശരി. അപ്പൊ ബജ്റംഗ് പൂനിയ ഏതാ? ഗുസ്തി. മൻപ്രീത് സിംഗും റാണി റാംപാലും. ഓക്കെ, മൻപ്രീത് സിംഗും റാണി റാംപാലും. ഓക്കെ, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചത് ആരാ? മൻപ്രീത് സിംഗ്. ആരാണ്? മൻപ്രീത് സിംഗ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗമായി മലയാളി ആരാ? PR ശ്രീജേഷ്. ആരുടെ പിള്ളേരെ? PR ശ്രീജേഷ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞത് നീരജ് ചോപ്ര ജാവലിൻ ത്രോ. അന്നു റാണി ജാവലിൻ ത്രോ. ഭവാനി ദേവി ഫെൻസിങ്. എടാ, ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾപ്പയറ്റാണ്. നല്ല നീളമുള്ള വാളാണ്. ഇങ്ങനെ കളക്കിയിട്ട് പുത്താനൊക്കെ പറ്റും. കണ്ടിട്ടില്ലേ? CD ബസ്സിലുണ്ടോ? അതാണ് ഫെൻസിങ് കേട്ടോ. അപ്പം ഭവാനി ദേവി അതിനെ പിള്ളേരെ ദേവിയുടെ കയ്യിൽ വാളുണ്ടാവും. വാൾ വെച്ചിട്ട് ഫെൻസിങ് നടത്തും കേട്ടോ. ഭവാനി ദേവി ഫെൻസിങ്. ഓക്കെ, ഇനി 2 ആൾക്കാര് കേട്ടോ. മനു ഭേക്കർ. ഒരു പെൺകുട്ടിയെ
ഒരു പയ്യൻ ഫേക്ക് ലവ് ചെയ്ത് പറ്റിച്ചു. ഇത് വലിയ സിറ്റുവേഷനാണ് കേട്ടാ. ആ പെൺകുട്ടിയുടെ പട്ടാളക്കാരൻ്റെ മകളാണ്. അപ്പൊ ഫേക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഷൂട്ട് ചെയ്ത് കൊന്നോണം കേട്ടോ. അപ്പൊ ഷൂട്ടിങ് മനു ഫേക്കർ എന്താണ് പിള്ളേരെ? ഷൂട്ടിംഗ് ആണ് കേട്ടോ. മനു ഫേക്കർ ഷൂട്ടിംഗ് ആണ്. ഓക്കെ, അടുത്തത് സൗരവ് ചൗധരി ഷൂട്ടിംഗ് ആണ്. സൗരവ് ചൗധരി എന്താണ് പിള്ളേരെ? ഷൂട്ടിംഗ് ആണ്. സൗരവ് ചൗധരി ഷൂട്ടിംഗ് ആണ്. ഈ സൗരവ് ഗാംഗുലി ഓർത്താ? സൗരവ് ഗാംഗുലി ഭയങ്കര അവിടുത്തെ ഒരു പ്രഭുവിന്റെ മകനാണ്. ആര്? സൗരവ് ഗാംഗുലി. കൊൽക്കത്തയില. ഗാംഗുലി അറിയോ? അങ്ങനെ പണക്കാരന്മാരെ വീട്ടിലൊക്കെ തോക്കാണത്തില്ലേടേ, ചെവറിലിങ്ങനെ തോക്കണ്ടിട്ടില്ലേ? അപ്പൊ സൗരവിന്റെ കയ്യിൽ തോക്കണം നടത്താതെ മതി കേട്ടാ. നിങ്ങൾ ഓർക്കും പിന്നീട് പറയുമ്പോ. ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വല്ലാതെ തോന്നി, ഇയാൾ എന്തൊരു തേങ്ങ പറയണത്. നിനക്ക് തോന്നിയില്ല എങ്ങനെ? മനസ്സിലായി, ഓർമ്മ വരുമെന്ന്. അല്ല, ഞാൻ ഭയങ്കര വീടായിട്ടൊക്കെ ഇന്ന് കണക്ഷൻ പറയും. അതായത് ഒരു ലോജിക്ക് ഇല്ലാതെയൊക്കെ പറഞ്ഞതായും. അപ്പം ഇയാൾ എന്തൊരു തേങ്ങ പറയണം നിങ്ങൾക്ക് തോന്നും. പക്ഷെ പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ പ്രത്യേകത കേട്ടോ. നമ്മളിപ്പോൾ നേരായ രീതിയിൽ പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒരു ലോജിക്കില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കിട്ടും. ഇപ്പം തന്നെ മറ്റേ ആ ജെയിംസ് ബോണ്ടിന് ഹിറ്റ് ആ സിനിമയില ആ പാട്ടിലെ സീന് വരെ ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഇന്നലെ പഠിപ്പിച്ച കാര്യം ചോദിച്ചാൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഓക്കെ, ചോദിക്കട്ടാടാ. അർത്ഥമില്ലാത്ത വാക്ക് ഒറ്റപ്പദം പറ. ആബ്സെന്റ് ആയിരുന്നു. ശരി, ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ ഇത്രയും പഠിച്ചല്ലോ പിള്ളേരെ? പഠിച്ചാ? ഓക്കെ, ശരി. അപ്പൊ ഇത്രയും ചോദിക്കും. അതായത് ഈ ചിത്രകലകളും ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റേ ഇന്ത്യൻ താരങ്ങളും അവരുടെ ഇനവും. ഓക്കെ, ശരി, പോസ് ചെയ്തോ. മോനെ, ഈ ഡാബു പ്രിന്റിംഗ് എവിടെയാ? രാജസ്ഥാൻ. ഓക്കെ. ഇവിടെ വാർലി എവിടെയാ? കാളിഘട്ട്. ഓക്കെ. കലങ്കാരി രാജസ്ഥാൻ. കലങ്കാരി ആന്ധ്രാപ്രദേശ്. പിത്തോറ ഇത്തയും റായൊക്കെ വരുന്നത് ഗുജറാത്ത്. ഓക്കെ. അടുത്തത് പട്ടചിത്ര ഒഡീഷ. ഓക്കെ. മധുബാനി ബീഹാർ. ഓക്കെ. അർച്ചന ദീപിക കുമാരി. ഓക്കെ. വേറൊരാളുടെ പേര് പറഞ്ഞല്ലോ, അദാനുദാസ്. ഓക്കെ, ഇടയ്ക്കും മുറയ്ക്കും ചോദിക്കണം. മനു ഫേക്കർ ഷൂട്ടിങ്. അവിടെ ഞാൻ ഇല്ലേ? നീ ഉണ്ട്. നീ ഇല്ല, നീ പറഞ്ഞാൽ മതിയോ? നീരജ് ചോപ്ര പറ. ജാവ്ലിൻ ത്രോ. എടാ, അന്നു റാണി എന്താ? അന്നു റാണി ജാവ്ലിൻ ത്രോ. ഓക്കെ. അടുത്ത് ലാവ്ലീന ബോർഗെയിൻ ബോക്സിംഗ്. ഓക്കെ. സുബിനെ സൗരവ് ചൗധരി ഷൂട്ടിംഗ്. റാണി റാംപാൽ ഹോക്കി. ഇങ്ങനെ കാണിക്കുന്നത് ഹോക്കി. ഓക്കെ. എടാ, വിനേഷ് ഫോഗട്ട് പറഞ്ഞേ. എവിടെ നയന? വിനേഷ് ഫോഗട്ട് നയന പറഞ്ഞേ. അറിഞ്ഞൂടാ. എടാ, വിനേഷ് ഫോഗട്ട്. ഓക്കെ. അവിടെ മീരാബായ് ചാനു വെയിറ്റ് ലിഫ്റ്റിംഗ്. ഓക്കെ. അടുത്ത ഇവിടെ ശരത് കമാൽ. അത് പറഞ്ഞില്ലായിരുന്നാ? ശരത് കമാൽ ഏതാ? ടേബിൾ ടെന്നീസാണ്. ശരത് കമാൽ ടേബിൾ ടെന്നീസാണ്. എപ്പോഴേ ഞാൻ പറയാൻ പറ്റുമോ? ശരത് കമാൽ ടേബിൾ ടെന്നീസ്. ഓക്കെ. അവിടെ മൻപ്രീത് സിംഗ് പറഞ്ഞേ. ഷംന മൻപ്രീത് സിംഗ് പറഞ്ഞേ. മൻപ്രീത് സിംഗ് ഹോക്കി. ഓക്കെ. അവിടെ ആര്യ ഭവാനി ദേവി പറഞ്ഞേ. ഭവാനി ദേവി ഫെൻസിങ്. ഓക്കെ. അവിടെ അതുല്യ ബജ്രംഗ് പൂണിയ പറഞ്ഞേ. ബജ്രംഗ് പൂണിയ വെയിറ്റ് ലിഫ്റ്റിംഗാ. ശരി. അപ്പോൾ അത്രയാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്ത കുട്ടികളെ പഠിച്ചത് കേട്ടോ. ഓക്കെ. സിമിനെ പ്രോസറ്റാടാ. ഇപ്പോൾ IT എന്നുള്ള ചോദ്യമാണേ. ഈ കൺട്രോൾ പ്ലസ് എക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതാണ് ചോദ്യം. കൺട്രോൾ എക്സ് എന്താണ് പിള്ളേരെ? കട്ട് ചെയ്യാനാണ്. ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത്, അപ്പോൾ ഒരു ഫയലിലൊരു ഇപ്പോൾ നമ്മൾ വേർഡിലൊരു ഭാഗം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടൈപ്പ് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്ത് നമുക്ക് വേറെ ഇടത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? കൺട്രോൾ എക്സ്. അപ്പോൾ ആയിരിക്കും കൺട്രോൾ പ്ലസ് എക്സ് കട്ട്. ഇപ്പം പഠിപ്പിച്ച് ചോദിക്കും. കൺട്രോൾ പ്ലസ് എക്സ് കട്ട്. എക്സ് ഇങ്ങനെയാണല്ലോ കട്ട് ചെയ്യുന്നത്. സിനിമയിൽ കണ്ടിട്ടില്ലേ? സലാർ കണ്ടില്ലേ? തോക്കെടുത്തിട്ട് വാടെടുത്തിട്ട് ഇങ്ങനെ ഒരു വെട്ട് ലോകേഷ് കനകരാജിനെതിരെ കേസ്. ഓക്കെ. അടുത്ത് കൺട്രോൾ പ്ലസ് സി. പറ. കൺട്രോൾ പ്ലസ് സി എന്താ? കൺട്രോൾ പ്ലസ് സി എന്താ? കോപ്പി. കൺട്രോൾ പ്ലസ് സി കോപ്പി. ഓക്കെ.
അടുത്ത കൺട്രോൾ പ്ലസ് വി. കൺട്രോൾ പ്ലസ് വി എന്താ പിള്ളേരെ? പേസ്റ്റ്. പേസ്റ്റ് വി. പേസ്റ്റ് വി ഫോർ വേണോ? പേസ്റ്റ് വേണോ എന്ന് ഓർത്താൽ മതി. എടാ വി വി വേണോ? ആ പേസ്റ്റ് വേണോ എന്ന് ഓർത്താൽ മതി. പേസ്റ്റ് വേണോ? വി. കൺട്രോൾ പ്ലസ് വി പേസ്റ്റ്. കൺട്രോൾ പ്ലസ് വി എന്താ പിള്ളേരെ? പേസ്റ്റ്. എന്താടാ? ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ. ശരി, അപ്പോൾ കൺട്രോൾ എക്സ് എന്താണ്? കട്ട്. കൺട്രോൾ സി എന്താ? കോപ്പി. സി ഫോർ കോപ്പി അല്ല, കോഫി അല്ല, കോപ്പി. സി ഫോർ കോപ്പി. ഓക്കെ, കൺട്രോൾ പ്ലസ് വി. കൺട്രോൾ പ്ലസ് വി എന്താണ്? പേസ്റ്റ്. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾ കോപ്പി ചെയ്തു, അവിടെ വെച്ചു, പേസ്റ്റ് ചെയ്ത് വെച്ചു. അവിടെ വി വരെയല്ലേ? എങ്ങനെയില്ല വി എന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് നമുക്കൊക്കെ കമ്പ്യൂട്ടർ അറിയുന്നുള്ള ആൾക്കാർക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഈ കമ്പ്യൂട്ടറിന് വലിയ ധാരണയില്ലാത്ത പിള്ളേർക്ക് ഡൗട്ട് വരും. അവിടെ പറയുന്നത് കേട്ടാ. ഓക്കെ, അപ്പോൾ എക്സ് നിനക്ക് അറിയാമല്ലോ. അപ്പം അമ്മ പറ, എക്സ് എന്താ? എക്സ് കട്ട്. ഓക്കെ, സി എന്താ? കോപ്പി. അടുത്ത് വി എന്താ? പേസ്റ്റ്. ഓക്കെ, അടുത്ത് പറ എ എന്താ? കൺട്രോൾ പ്ലസ് എ. അയ്യോ, എഴുതണമെന്നില്ലേ? അത് ഞാൻ വന്ന് എഴുതണോ? ബുക്കടച്ച് എഴുതി വെച്ചാണത്. അങ്ങനെ പേപ്പറൊക്കെ മടക്കി മറ്റേ ഇതാണ്ടല്ലോ, മറ്റേ മൈപ്പിലേക്ക് ഉണ്ടാക്കിയിരിക്കണം അവിടെ. കൺട്രോൾ പ്ലസ് എ എന്താ പിള്ളേർ? എ എന്ന് വെച്ചാൽ എ ഫോർ ഓള്, അതായത് സെലക്ട് ആള്. സെലക്ട് ആള്. കൺട്രോൾ പ്ലസ് എ എന്ന് വെച്ചാൽ സെലക്ട് ആള്. കൺട്രോൾ പ്ലസ് എ എന്ന് വെച്ചാൽ എന്താണ്? സെലക്ട് ആള്. സെലക്ട് ആള്. ഓക്കെ, കൺട്രോൾ പ്ലസ് എ എന്ന് വെച്ചാൽ സെലക്ട് ആള്. ഓക്കെ, അടുത്ത കൺട്രോൾ പ്ലസ് എച്ച്. ഹോമല്ല. കൺട്രോൾ പ്ലസ് എച്ച് എന്താ? എച്ച് കൺട്രോൾ എച്ച് ആക്ക് പറയാം. ഏഴല്ല, അല്ല, റീപ്ലേസ്. കൺട്രോൾ പ്ലസ് എച്ച് ഏതാണ് പിള്ളേരെ? റീപ്ലേസ്. എനിക്ക് തോന്നുന്നു ഈ റീപ്ലേസ് മാത്രമേ നമുക്ക് ഇത്തിരി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ആ ബാക്കി ലിറ്ററേച്ചർ തന്നെ കിട്ടും കേട്ടോ. കൺട്രോൾ പ്ലസ് എച്ച് എന്താണ് പിള്ളേരെ? റീപ്ലേസ്. ഓക്കെ, കൺട്രോൾ പ്ലസ് എഫ് എന്താ? ഫൈൻഡ്. കൺട്രോൾ പ്ലസ് എഫ് എന്താണ് പിള്ളേരെ? ഫൈൻഡ്. അവിടെ ആരെയാ ശ്രദ്ധിക്കുക തന്നെ അവിടെ ബാക്ക് ബെഞ്ചില്? കൺട്രോൾ പ്ലസ് എഫ് എന്താണ് പിള്ളേരെ? ഫൈൻഡ്. ഓക്കെ, അടുത്ത കൺട്രോൾ പ്ലസ് ജി. G4. ജി വെച്ചിട്ടുള്ള സാധനം തന്നെ. ഗ്രാഫിക്സ് ചുമ്മാ അങ്ങ് വിളിച്ച് പറയണം. ജി ഗോ ടു. കൺട്രോൾ പ്ലസ് ജി എന്ന് വെച്ചാൽ ഗോ ടു. കൺട്രോൾ പ്ലസ് ജി എന്ന് വെച്ചാൽ പറ. കൺട്രോൾ പ്ലസ് ജി എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? ഗോ ടു. കൺട്രോൾ പ്ലസ് ജി എന്ന് വെച്ചാൽ എന്താണ്? ഗോ ടു. ഓക്കെ, ഗോ ടു. അടുത്ത് കൺട്രോൾ പ്ലസ് ഇസഡ്. കൺട്രോൾ പ്ലസ് ഇസഡ് എന്ന് വെച്ചാൽ പിള്ളേരെ അണ്ടു. എന്താണ്? അണ്ടു എന്ന് വെച്ചാൽ എന്താണ്? ബാക്കിലേക്ക് പോകാം, തിരിച്ചു പോകാം. നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? അണ്ടു ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ പ്ലസ് ഇസഡ് എന്താണ് പിള്ളേരെ? അണ്ടു. അപ്പോൾ കൺട്രോൾ പ്ലസ് ഒയ്യ. കൺട്രോൾ പ്ലസ് ഒയ്യ എന്ന് വെച്ചാൽ എന്താണ്? റീഡു. ഓക്കെ, നമ്മൾ ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്ത് ഉപയോഗിക്കുക? റീഡ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കീകൾ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിച്ചെന്താണ് പിള്ളേരെ? ഷോർട്ട് കട്ട് കീകളാണ്. എന്താണ്? ഷോർട്ട് കട്ട് കീകളാണ്. പറ. കൺട്രോൾ എക്സ്. കൺട്രോൾ സി കോപ്പി. കൺട്രോൾ വി പേസ്റ്റ്. കൺട്രോൾ എ സെലക്ട് ആള്. കൺട്രോൾ എച്ച്. കൺട്രോൾ എച്ച് എന്താണ്? റീപ്ലേസ് ആണ്. കൺട്രോൾ എച്ച്. കൺട്രോൾ എഫ് ഫൈൻഡ് ആണ്. കൺട്രോൾ ജി ഗോ ടു. കൺട്രോൾ ഇസഡ് അണ്ടു. എന്താണ്? അണ്ടു. കൺട്രോൾ വൈ റീഡു. ഓക്കെ, ഒന്ന് വായിച്ചോ കേട്ടോ. അത്രയും സുനിയ പാസിട്ടെ. ആറ് ചോദ്യം ഇതാണ്. റോമൻ നമ്പർ സിസ്റ്റം കേട്ടോ. റോമൻ നമ്പർ സിസ്റ്റം എന്നത് ഓപ്ഷൻ എ സ്ഥാനപരമായ നമ്പർ സിസ്റ്റമാണ്, എന്നുവെച്ചാൽ ബേസ് ഉള്ള നമ്പർ സിസ്റ്റമാണ്. ഓപ്ഷൻ ബി സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്, അതായത് ബേസ് ഇല്ലാത്ത നമ്പർ സിസ്റ്റമാണ്. ഓപ്ഷൻ സി രണ്ടും ശരിയാണ്, അതായത് എയും ബിയും ശരിയാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സ്ഥാനമുണ്ടോ മോനെ? റോമൻ നമ്പർ സിസ്റ്റത്തിന് സ്ഥാനം ഉണ്ടോ? ബേസ് ഉണ്ടോ? ബേസ് ഇല്ല എടാ, ബേസ് ഇല്ല. ഓക്കെ, അപ്പോൾ സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ് ഏത്? റോമൻ നമ്പർ സിസ്റ്റം. ഓക്കെ, നമുക്കിപ്പോൾ നമ്പർ സിസ്റ്റം നമുക്കറിയാം. നമ്പർ സിസ്റ്റത്തിൽ ഏതൊക്കെയുണ്ട്? റോമൻ നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, അതുപോലെ ഹെക്സാ ഡെസിമലും ഉണ്ട്. ഓക്കെ, ഇത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ പറയുന്ന റോമൻ നമ്പർ സിസ്റ്റത്തിന് എന്തില്ല?
ബേസ് ഇല്ല, ഒരു ബേസ് ഇല്ല. റോമൻ നമ്പർ സിസ്റ്റത്തിന് എന്തില്ല പിള്ളേരെ? ബേസ് ഇല്ല, ഒരു സ്ഥാനം ഇല്ല. ഓക്കെ, എന്നാൽ സ്ഥാനമുള്ള അല്ലെങ്കിൽ സ്ഥാനപരമായ നമ്പർ സിസ്റ്റം, അതായത് ബേസ് ഉള്ള അല്ലെങ്കിൽ പൊസിഷൻ ഉള്ള നമ്പർ സിസ്റ്റമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എഴുതിക്കോണേ. ഒന്ന് ബൈനറിയുടെ ബേസ് എഴുതിയേ. ബൈയുടെ ബേസ് എത്രയാണ്? ബൈനറിയുടെ ബേസ് 2 ആണ്. വളരെ 2 ആണ് ബൈനറിയുടെ ബേസ്. ഇവിടെ 2 ആണ് ബൈനറിയുടെ ബേസ്. ഇവിടെ 2 ആണ്. ഓക്കെ, 2. ഓക്കെ, അടുത്ത ഡെസിമലിന്റെ ബേസ് എത്ര? ഉപ്പി എടുത്താൽ നീ കോമയിലാവും കേട്ടാ. ഡെസിമലിന്റെ ബേസ് എത്ര? നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം 10 അല്ലേ? നോക്കി, 1 2 3 4 5 6 7 8 9 10. വീണ്ടും 12 13 14 15 16 17 18 19 20. അടുത്ത 10. 21 22 23 24 25 27 28 30. അടുത്ത 10. അങ്ങനെ 10 ബേസിലാണ് ഏത് പോകുന്നത്? ഡെസിമൽ നമ്പർ സിസ്റ്റം പോകുന്നത്. അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രടാ? 10. ഓക്കെ, അപ്പം ബൈനറി 2, ഡെസിമല് 10. ഓക്കെ, റോമൻ ബേസ് ഇല്ല, അതിന് പൊസിഷൻ ഇല്ല, സ്ഥാനം ഇല്ല. ഓക്കെ, അടുത്ത് ഒക്ടൽ. ഒക്ടലിന്റെ ബേസ് എത്രയാണ് പിള്ളേരെ? 8. കേട്ടോ, എത്രയാണ്? 8. ഓക്കെ, ഒക്ടലിന്റെ എത്രയാണ്? 8 ആണ്. 8. ഓക്കെ, അടുത്ത ഹെക്സാഡെസിമൽ 16. ഹെക്സാഡെസിമൽ എത്രയാണ് പിള്ളേരെ? 16. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോണേ. അപ്പോൾ സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ് ഏത്? റോമൻ നമ്പർ സിസ്റ്റം. അതായത് എന്ത് പറയും? നമ്മൾ ഇംഗ്ലീഷിൽ നോൺ പൊസിഷണൽ എന്ന് പറയും. എന്താണ് നോൺ പൊസിഷണൽ എന്ന് പറയും? ഓക്കെ, ഇനി സ്ഥാനപരമായ നമ്പർ സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെ പറഞ്ഞു? നമ്മൾ ബൈനറി പറഞ്ഞു, ഡെസിമൽ പറഞ്ഞു, ഒക്ടൽ പറഞ്ഞു, ഹെക്സാഡെസിമൽ പറഞ്ഞു. അതിന്റെ ഓരോന്നിന്റെയും ബേസും പറഞ്ഞു. ഓക്കെ, ബൈനറിയുടെ ബേസ് എത്രയാ? 2. ഓക്കെ, ഡെസിമലിന്റെ ബേസ് എത്രയാ? 10. ഡെസിമലിന്റെ ബേസ് എത്ര? 10. ഒക്ടലിന്റെ ബേസ് എത്ര? 8. ഓക്കെ, ഹെക്സാഡെസിമലിന്റെ ബേസ് എത്ര? 16. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ശരി. അപ്പം നമുക്ക് അതും കൂടെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയിലേക്ക് പോവാം. ഓക്കെ, സുവിനെ പാസ് ചെയ്തോ. കൺട്രോൾ പ്ലസ് എക്സ് കട്ട്, കൺട്രോൾ പ്ലസ് സി കോപ്പി, നിനക്കതറിയാം. കൺട്രോൾ പ്ലസ് വി പേസ്റ്റ്, കൺട്രോൾ പ്ലസ് എ സെലക്ട് ഓൾ, കൺട്രോൾ പ്ലസ് എച്ച് റീപ്ലേസ്, കൺട്രോൾ പ്ലസ് എഫ് ഫൈൻഡ്, കൺട്രോൾ പ്ലസ് ജി go to, control plus z undo. Okay, control plus y redo, control plus y redo. Okay, ക്ലിയർ ആണല്ലോ? ഈ അണ്ടു എൻ്റെ ഓർത്ത് വെച്ചോണം. അണ്ടു ഇപ്പോൾ ABCDയുടെ എൻ്റെ അല്ലേ ഇസഡ്, അപ്പോൾ അണ്ടു ഇസഡ് വരുന്നത് അണ്ടു എൻ്റെ ഓർത്താതെ കേട്ടാ. ഇത് ചോദിക്കുന്ന ഇതൊക്കെ ചോദിക്കത്തുള്ളൂ. കൺട്രോൾ എക്സോ, കൺട്രോൾ എക്സ് അല്ലെങ്കിൽ കൺട്രോൾ ഇസഡ്, കൺട്രോൾ ഒ ഒക്കെ ചോദിക്കത്തുള്ളൂ, കൺട്രോൾ വി ഒക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഡൗട്ട് വേണം ചോദിക്കത്തുള്ളൂ. അപ്പം അണ്ടു റീഡു മാറിപ്പോണ ആൾക്കാരുണ്ട്. അണ്ടു റീഡു മാറിപ്പോണ ആൾക്കാരുണ്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ അണ്ടു എന്ന് പറയുമ്പോൾ എന്ത് നോക്കണം? അണ്ടു എൻഡ് എന്ന് പറയുമ്പം ഇസഡ്. ഓക്കെ, അപ്പോൾ റീഡു വൈ. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇപ്പോൾ എക്സ് ഒയും നമുക്ക് ഓർമ്മ വരും. പിള്ളേർ എക്സ് അല്ല, ഇസഡും ഒയും നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഏതൊക്കെ ഏതെടുത്ത് വെക്കുന്നത് നമുക്ക് കിട്ടണ്ടേ? അപ്പോൾ അണ്ടു എൻഡ് എന്ന് ഓർത്താൽ മതി. അതായത് അണ്ടു ഇസഡ് റീഡു ഓയ്. ഓക്കെ, ശരി. അവിടെ ഞാൻ അടുത്ത ചോദിക്കാനുള്ളത് ഇവിടെ അപർണ. ഓക്കെ, റോമൻ നമ്പർ സിസ്റ്റം സ്ഥാനപരമാണോ? സ്ഥാനപരമല്ലാത്തതാണ്. എന്നാൽ സ്ഥാനപരമായിട്ടുള്ളത് ഏതൊക്കെ അർച്ചന പറഞ്ഞേ? ബൈനറി, ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഓക്കെ, അവിടെ ബൈനറിയുടെ ബേസ് പറഞ്ഞേ 2. ഓക്കെ, ഡെസിമലിന്റെ ബേസ് പറഞ്ഞേ അവിടെ ആൻസി 10. ഓക്കെ, ഒക്ടലിന്റെ ബേസ് പറഞ്ഞേ അവിടെ അതുല്യ 8. ഓക്കെ, ഹെക്സാഡെസിമലിന്റെ ബേസ് പറഞ്ഞേ 16. ഓക്കെ, പരീക്ഷ എഴുതാൻ പോയല്ലോ നമുക്ക്. ഓക്കെ, പരീക്ഷ എഴുതാം. 1052. ഇവിടെ മറച്ചു വെച്ച് എഴുതണം. മാറിയിരുന്നേ. പരീക്ഷ റിവിഷനാണ്. മാറിയിരുന്നേ. എങ്ങോട്ട് മാറിയിരുന്നേ? ഓക്കെ, ചോദിക്കരുത്, പറയരുത്, കാണരുത് ഞാൻ കേട്ടാ. ഇങ്ങനെ പറയണമെന്നു. ഓക്കെ, സുബിനെ ഷൂട്ട് ചെയ്തോ, ഷൂട്ട് പോവുകയാണ്. കേടാ, ഈ കേരള ബാങ്ക് രൂപം കൊണ്ടപ്പോൾ ചേരാത്തതാണ് ഏത്? മലപ്പുറം. നിലവിൽ മലപ്പുറം എന്താണ്? കേരള ബാങ്കിന്റെ ഭാഗമാണ് കേട്ടാ.
നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ്. 13 ജില്ലാ ബാങ്കുകളും പിന്നെ നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കും ചേർന്നാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്. ആ സമയത്ത് ഏത് ജോയിൻ ജില്ലയായിരുന്നു? മലപ്പുറം ജോയിൻ ജില്ലയായിരുന്നു. 2021 ഓഗസ്റ്റിൽ എന്ത് ചെയ്തു? മലപ്പുറം ജില്ലാ ബാങ്കിൻ്റെ യോജന നിയമസഭ പാസ്സാക്കിയായിരുന്നു കേട്ടോ. ഓർത്ത് വെച്ചോണം. ഓക്കെ, അറിഞ്ഞ? ഓക്കെ, എഴുതിക്കോ, ഉത്തരം എഴുതിക്കോ. കേരള ബാങ്കിൻ്റെ രൂപീകരണം പഠനം നടത്തുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? കേരള ബാങ്കിന്റെ രൂപീകരണം പഠനം നടത്തുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഓക്കെ, ഉത്തരം എഴുതിയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ധനുജ പോണേ പൊക്കോ. പ്രഥമ പ്രസിഡന്റ് ആരാണ്? ചുമ്മാ കള്ള കളിച്ചില്ലേട്ടാ. എടാ കള്ള, ബാഗ് എടുത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം, INC രൂപീകൃതമായ വർഷം. INC രൂപീകൃതമായ വർഷം. ഓക്കെ, അടുത്ത് 4ാം ചോദ്യം, ബഹുജൻ സമാജ് പാർട്ടിയുടെ ചിഹ്നം. ബഹുജൻ സമാജ് പാർട്ടിയുടെ ചിഹ്നം. (2023) ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട പാർട്ടികൾ ഏതൊക്കെ? 2023 ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട പാർട്ടികൾ ഏതൊക്കെ? 2023 ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട പാർട്ടികൾ ഏതൊക്കെ? ആറാമത്തെ ചോദ്യം, കേരള ബാങ്ക് രൂപീകൃതമായ വർഷം. വർഷം ഡേറ്റ് എഴുതണേ. കേരള ബാങ്ക് രൂപീകൃതമായ വർഷം. അടുത്ത്, ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആയിരിക്കണം? ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആയിരിക്കണം? ശരിയല്ലോ. അടുത്ത, ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടണമെങ്കിൽ ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എത്ര ശതമാനം വേണം? ദേശീയ പാർട്ടി അംഗീകരിക്കപ്പെടണമെങ്കിൽ ലോകസഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആകെ പോൾ ചെയ്ത വോട്ടിന് എത്ര ശതമാനം വേണം? നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഓക്കെ, അടുത്ത്, ശശിധരൻ കമ്മിറ്റി പഠനം നടത്തിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? ശശിധരൻ കമ്മിറ്റി പഠനം നടത്തിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? അടുത്ത, ആം ആദ്മി പാർട്ടി നിലവിൽ വന്ന വർഷം. ആം ആദ്മി പാർട്ടി നിലവിൽ വന്ന വർഷം. എഴുതിയല്ലോ. ഓക്കെ, അടുത്ത 6ാമത്തെ ചോദ്യം, കേരള ബാങ്ക് നിർമ്മാണത്തിന് അല്ലെങ്കിൽ രൂപീകരണത്തിന് കാരണമായ നിയമം ഏതാണ്? കേരള ബാങ്ക് രൂപീകരണത്തിന് കാരണമായ നിയമം ഏതാണ്? കേരള ബാങ്ക് രൂപീകരണത്തിന് കാരണമായ നിയമം ഏതാണ്? തണിച്ച ഞാൻ പഠിച്ചിട്ട് വേണേ. അടുത്ത്, ദ റിപ്പബ്ലിക് ആരുടെ പുസ്തകമാണ്? ദ റിപ്പബ്ലിക് ആരുടെ പുസ്തകമാണ്? അടുത്ത്, ഇന്ത്യയിലെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണ്? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണ്? അവസാന ചോദ്യം, ഇന്ത്യയിലെ നിലവിലെ ദേശീയ പാർട്ടികൾ ഏതൊക്കെ? ഇന്ത്യയിലെ നിലവിലെ ദേശീയ പാർട്ടികൾ ഏതൊക്കെ? ദേശീയ പാർട്ടികൾ ഏതൊക്കെ? സുനിൽ പാസ് ചെയ്തോ, എഴുതട്ടെ. ചെയ്താടേ, പേപ്പർ പാസ് ചെയ്തേ, പേപ്പർ പാസ് ചെയ്യടേ. സ്വന്തം പേപ്പർ കയ്യിൽ കൊടുത്തേ ജോബിനെ കൊടുത്ത്. ഓക്കെ,
കേരള ബാങ്കിന്റെ രൂപീകരണം പഠനം നടത്തിയ കമ്മിറ്റി ഏതാ? ശ്രീറാം കമ്മിറ്റി. ശ്രീറാം. എം എസ് ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്കിന്റെ പ്രധാന പ്രസിഡന്റ് ആരാ? ഗോപി കോട്ടമുറിക്കൽ. INC രൂപീകൃതമായ വർഷം 85. ഓക്കെ. അവിടെ ബഹുജൻ സമാജ് പാർട്ടിയുടെ ചിഹ്നം ആന. ദേശീയ പാർട്ടി 2023 ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട പാർട്ടികൾ ഏതൊക്കെയാ? തൃണമൂൽ. ഓക്കെ. CPI, NCP, തൃണമൂൽ കോൺഗ്രസ്. ഓക്കെ. പിന്നെ നിങ്ങൾ ഇതിനെ പഠിച്ചാൽ അത്. ഓക്കെ. കേരള ബാങ്ക് രൂപം കൊണ്ട വർഷം ഡേറ്റ് 29. ഓക്കെ. ദേശീയ പാർട്ടിയെ അംഗീകരിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആയിരിക്കണം? കുപ്പിയെടുത്തെറിഞ്ഞു തരും. അവിടെ അർച്ചന പറഞ്ഞ എത്ര? 4. ഓക്കെ. ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന് എത്ര ശതമാനം നേടണം? 6%. നബാർഡ് രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി ഏതാ? ഷമീം ശിവരാമൻ കമ്മിറ്റി. ഓക്കെ. ശശിധരൻ കമ്മിറ്റി പഠനം നടത്തിയ വിഷയം ഏതാ? സാമ്പത്തിക സംഭരണം. ഇവിടെ ആം ആദ്മി പാർട്ടി നിലവിലുള്ള വർഷം 2012. ഓക്കെ. കേരള ബാങ്ക് നിർമ്മാണത്തിന് കാരണമായ നിയമം? കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 14. ഓക്കെ. അവിടെ ദ റിപ്പബ്ലിക് ആരുടെ പ്രസ്താവന? ഷാനി പറഞ്ഞേ. പ്ലേറ്റോ. അടുത്ത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ? ലോകസഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ. ശരി. അവിടെ ഷംന നിങ്ങളൊന്നും ഇല്ലായിരുന്നു? ഷമീം. ഓക്കെ. പറഞ്ഞേ ദേശീയ പാർട്ടിയിൽ ഏതൊക്കെയാ? ആം ആദ്മി. ഓക്കെ. ഏതൊക്കെയാടാ? INC ഉണ്ട്, BJP ഉണ്ട്, BSP ഉണ്ട്, CPM ഉണ്ട്. എത്രണ്ണമായി? 4. CPIM 4. പിന്നെ NPPയും ആം ആദ്മി പാർട്ടിയും 6. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഓക്കെ. അവിടെ ആരെയാ? ഏത് വർഷമാണ് CPIM? ഓക്കെ. ഏത് വർഷമാണ് BJP? അതുല്യ 80. ഓക്കെ. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ നല്ലപോലെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. മാർക്കുകൾ നമുക്ക് നോക്കാം. ജോബിൻ? 15. ഓക്കെ. എവിടെ? ഒരു മാർക്ക് എവിടെ പോയി? 12 പോയാ? ഓക്കെ. ശരി. 14. നിനക്ക് അതെങ്ങനെ ഒരേ തെറ്റ്? ഓക്കെ. അവിടെ 14. ലിജ 8. ഓക്കെ. അവിടെ അർച്ചന ഫുള്ളുണ്ട്. പറഞ്ഞ ഫുള്ള്. ആൻസി ഫുള്ള്. അവിടെ അതില്ലേ ഫുള്ള്. ആര്യയും ഫുള്ള്. ഷംനയ്ക്കും ഫുള്ള്. നയനയ്ക്ക് ഫുള്ളുണ്ട്. അവിടെ 15 ഉണ്ട്. ശരണ്യ എന്നോട് ഇങ്ങനെ ഉണ്ട്. ഉണ്ടാവുമല്ലോ. ഇതിന് ചോദിക്കുന്നത് എന്തിനാ ചോദിക്കുന്നേ? ആ രീതിയിലാണ്. ഓക്കെ. ശരി. എവിടെ? ഷംന അല്ല ഷമീം 15. സുബിൻ 15. ഷാനിജി ഉൾപ്പെടെ 15. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഫുള്ളുണ്ട്. ഇനി നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ശബ്ദമുണ്ടാക്കാതെ ഒരു മൗനജാഥ പോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ. ഇവിടെ ബഹളം കേൾക്കരുത് കേട്ടോ. എനിക്ക് ബാക്കി മാർക്ക് വായിക്കാതെയാണ് ഇന്നലത്തെ. സൗണ്ട് കേൾക്കോ? കഴിഞ്ഞ റിവിഷനിൽ ഫുൾ മാർക്കുള്ള ആൾക്കാരാണ്. ഒന്ന് മിനി ശിവൻ കുമ്പിടി മിനി ശിവൻ എന്നുള്ള പരീക്ഷ എഴുതിയില്ലല്ലേ? രഞ്ജിനി തലശ്ശേരി, സുമയ്യ ശിലേഷ് വൈക്കം, ഷിനി ദിനേശ്, ദീപാരാജൻ വയനാട്, അശ്വതി കായംകുളം, വർഷ പാലക്കാട്, സ്നേഹ കരുനാഗപ്പള്ളി, സുനിത അനിൽ ചിറ്റൂര്, സുനിജ പത്തനംതിട്ട, സജന മലപ്പുറം, ബിനീഷ പാലക്കാട്, നഹജ എറണാകുളം, ശ്യാമ വിഷ്ണു കൊല്ലം, മുനീറ മലപ്പുറം, ജിതിൻ കാസർഗോഡ്, റൈന ഷാബി കാസർഗോഡ്, ഹീര സയ്യിദ് പാലക്കാട്, ആദിത്യ KK, മഞ്ജു സജീവ്, സമീറ കണ്ണൂർ, മൂസിന, വത്സല സുധി, ശാന്തി, ആദിത്യ ഗൗരി, ഷിജിന. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ്. നീ നിയമസഭയിൽ ഇരിക്കണം. തോളിൽ വെച്ച് തട്ട ചെറിയ വേദന ഉണ്ട് കൈ അടിക്കുമ്പോൾ. ഇവൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ് നമ്മളെ യൂട്യൂബ് ക്ലാസ് ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടോട്ട് പോകരുത് വണ്ടിയിൽ വെച്ചിട്ട്. അങ്ങനെ പോയ സമയത്ത് ഏതാ ഒരു പ്രോട്ടീൻ്റെ അപര്യാപ്ത രോഗം ഞാൻ ഇവിടെ ചോദിച്ചു. അപ്പൊ സുധീ ഉത്തരം പറഞ്ഞു കോസ്റ്റ് വർക്കർ പറഞ്ഞു കഴിഞ്ഞത് താ അടക്കണ വണ്ടിയിൽ. എന്താ പറഞ്ഞത്? അങ്ങനെ പയ്യന്റെ കൈയൊക്കെ പോയിരിക്കുകയാണ്. ഓക്കെ. പോസ്റ്റ്മാനാണ് പയ്യൻ. ശരി. ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ. അപ്പം നമുക്ക് നാളെ കാണാം. ടാറ്റ ബൈ. ഓഹോ ക്ലാപ്പ് കൊടുത്തെന്ന് അറിഞ്ഞില്ലേ? എവിടെയേ ഇവിടെ ക്ലാപ്പ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അല്ലേ? ഫുൾ മാർക്ക് ക്ലാപ്പ് കൊടുത്തില്ലത്. എന്താടേ ഷാനു?